മഹീന്ദ്രയുടെ സെക്കൻഡ് ജനറേഷൻ താർ എന്ന SUV 1 ലക്ഷത്തിൽ കൂടുതൽ യൂണിറ്റുകളാണ് കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് വിറ്റുപോയത്. 2020 ലോഞ്ച് ചെയ്ത താറിന്റെ സെക്കൻഡ് ജനറേഷൻ SUV ഇന്ത്യയിലെ മോസ്റ്റ് റെസ്പെക്റ്റഡ് SUV ആണ്. എന്തുകൊണ്ടാണ് മഹീന്ദ്രയുടെ ഈ താർ ഇത്ര സക്സസ്ഫുൾ ആവാൻ കാരണം? താർ എന്ന SUVയുടെ പോപ്പുലാരിറ്റിക്കും അതുപോലെ അതിന്റെ സക്സസിനും മെയിൻ കാരണം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈനും ക്യാപ്പബിലിറ്റിയാണ്. ഇന്ത്യയിലെ യുവാക്കൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ക്ലാസിക് ടൈംലെസ് വിന്റേജ് ലുക്കാണ് താറിന്റെ ഡിസൈൻ. അതുമാത്രമല്ല മഹീന്ദ്ര താർ എന്ന് പറയുന്നത് സുപ്രീംലി ക്യാപ്പബിൾ ആണ്. ഒരു ഓഫ് റോഡ് SUV ആയിട്ടുള്ള താർ സാൻഡ്, മഡ്, സ്നോ, ഷാലോ വാട്ടർ എന്നിങ്ങനെ ഏത് തരം ടർഫിലൂടെയും ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതായത് താർ അഡ്വഞ്ചറസിന് ഉണ്ടാക്കിയതാണ്. ഇനി ഡിസൈനിന്റെ കൂടെ തന്നെ ഇതൊരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആളുകളുടെ ഇഷ്ടം കൂടുതൽ വർദ്ധിച്ചു. താറിന്റെ BIS6 മോഡൽ കംപ്ലീറ്റ്ലി ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് താറിന്റെ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആണ്. ഇനി മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ ടാർഗറ്റിംഗ് വളരെ റൈറ്റ് ആയിരുന്നു. ഓഫ് റോഡും സാഹസികതയും ആളുകൾക്ക് ഇഷ്ടാവുന്നുള്ളത് മഹീന്ദ്ര മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് മഹീന്ദ്ര ചെയ്ത പല ക്യാമ്പയിനുകളും ആളുകളുടെ ഇടയിൽ ഈ ഒരു കാറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി. അതുമാത്രമല്ല വളരെ കോമ്പറ്റീറ്റീവ് ആയുള്ള ഇന്ത്യൻ മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള പ്രൈസിംഗ് ആണ് മഹീന്ദ്ര താർ എന്ന SUVക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറി. മഹീന്ദ്ര ഒരു വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ബയേഴ്സിന് താർ വാങ്ങാൻ വളരെയധികം കോൺഫിഡൻസ് ആണ് ഇത് നൽകിയത്. ഒരു വാഹനപ്രേമിയായ ആർക്കും താർ ഒരിക്കലും വാങ്ങണം തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? കമന്റിൽ അറിയിക്കുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്.